Hello my dear friends. In this video, we will see the second part of the second module. That is two-dimensional problems in elasticity or plane problems. Now, this is the first module of three-dimensional problems. We will engineering application all materials and three-dimensional materials. But the problem simplify two-dimensional problems convert it. Now, this case convert about two-dimensional problem solution is simple. Dimension अब എങ്ങനെയാണ് ഒരു പ്രോബ്ലം പ്ലെയിൻ ഇലാസ്റ്റിക് പ്രോബ്ലം ഓർ ടു ഡയമെൻഷണൽ പ്രോബ്ലം ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓർ ദാറ്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഷുഡ് ഒബേ ദ ത്രീ കണ്ടീഷൻസ്. ഈ മൂന്ന് കണ്ടീഷൻ ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ പ്ലെയിൻ പ്രോബ്ലം ആക്കി കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ദ ബോഡി ഷുഡ് ബി പ്രിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തിക്നെസ് യൂണിഫോം ആയിരിക്കണം. വേരിയിങ് തിക്നെസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ ടു ഡയമെൻഷണൽ പ്രോബ്ലം ആക്കി യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ദി അപ്ലൈഡ് ഫോഴ്സസ് should not vary across the thickness. നമ്മുടെ thickness uniform ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ് ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു. അവിടെ ആ thicknessൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകൾ അത് യൂണിഫോം ആയിരിക്കണം. അവിടെ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ഇതിനെ ടു ഡയമെൻഷണൽ പ്രോബ്ലം ആക്കി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. The third condition is that the forces are applied on the lateral faces only. അതിന്റെ lateral facesൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു XY പ്ലെയിനിൽ ഒരു സിസ്റ്റം വരയ്ക്കുകയാണ്. ഒരു ഒബ്ജക്റ്റ് സപ്പോസ് സ്ക്വയർ ഷേപ്പിൽ ഒബ്ജക്റ്റ് വരയ്ക്കാന്ന് വേണ്ടി XY മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിലും ഹൊറിസോണ്ടൽ പ്ലെയിൻസിലും മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പാടുള്ളൂ. ടുവേർഡ്സ് Z ഡയറക്ഷൻ തേർഡ് ഡയമെൻഷനിൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും ഒബേ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് എ പ്ലെയിൻ പ്രോബ്ലം ഇൻ ഇലാസ്റ്റിസിറ്റി ഓർ 2D പ്രോബ്ലം ഇൻ ഇലാസ്റ്റിസിറ്റി. ഇതിനകത്ത് തന്നെ സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ഉണ്ട്, പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ഉണ്ട്. പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം എന്ന് വെച്ചാൽ the thickness is very less comparing to the other two dimensions, we can call it as a plane stress problem. എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്ട് കൺസിഡർ ചെയ്ത് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്, പക്ഷേ അതിന്റെ തിക്നെസ് വളരെ വളരെ കുറവാണ്. ഷീറ്റ് മെറ്റൽ എക്സാമ്പിൾ ആണ്. അപ്പോൾ അതൊരു പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണ്. ഇനി പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ the thickness is very large, തിക്നെസ് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് നമ്മൾ കൺസിഡർ ചെയ്യുക കമ്പയറിംഗ് ടു ദി അതർ ടു ഡയമെൻഷൻസ്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം. നമ്മുടെ ഈ വലിയ പൈപ്പ് ലൈൻസ് ഒക്കെ കണ്ടുകാണല്ലോ, അപ്പോൾ പൈപ്പ് ലൈനിനൊക്കെ ലെങ്ത് വളരെ കൂടുതലാണ് കമ്പയറിംഗ് ടു ദി അതർ ടു ഡയമെൻഷൻസ്. അപ്പോൾ അത് ഒരു 2D പ്രോബ്ലം ആണ് ഓർ പ്ലെയിൻ പ്രോബ്ലം ഇൻ സ്ട്രെയിൻ കണ്ടീഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഡെപ്തിലേക്ക് എടുക്കാം. ഞാനിവിടെ കുറച്ച് ഫോർമുലാസ് നിങ്ങൾ ത്രീ ഡയമെൻഷനിൽ പഠിച്ചിട്ട് കുറച്ച് ഫോർമുലാസ് എങ്ങനെ 2D സ്റ്റേറ്റിലേക്ക് മാറ്റാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രിന്റ് നോട്ട് തന്നിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ ഫൈനൽ ഫോർമുലാസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പ്രോബ്ലം ചെയ്യാനായിട്ട് ഡെറിവേഷൻ പാർട്ട് ഇമ്പോർട്ടന്റ് അല്ല. നമുക്കറിയാം ഒരു സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ 3D കേസിൽ ഇങ്ങനെയാണ് നോട്ട് ചെയ്യാറുള്ളത്. നമ്മുടെ 3x3 മെട്രിക്സ് നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. 2D കേസിലേക്ക് വരുമ്പോൾ Z ഡയമെൻഷൻസിൽ ഒന്നും ഉണ്ടാവില്ല. അതായത് tau xz that will be equal to 0, tau yz that will be equal to 0 and sigma z that will be equal to 0. ഈ മൂന്ന് വാല്യൂസ് Z ന്റെ മൂന്ന് വാല്യൂസ് ഇവിടെ എന്തായാലും 0 ആയിരിക്കും വരുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് എങ്ങനെ വന്നു? നമുക്ക് ഈ താഴത്തെ റോ tau xz, tau yz, sigma z പോയി, അതുപോലെ തന്നെ tau yz പോയി, tau xz പോയി. അപ്പോൾ ഈ ബാക്കി ഈ 2x2 മെട്രിക്സ് മാത്രമേ നമുക്ക് വരുള്ളൂ as we can see here. അപ്പോൾ ഇതായിരിക്കും ഒരു 2D കേസിലെ മെട്രിക്സ് എന്ന് പറയുന്നത്, സ്ട്രെസ് മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ പിക്ചറിലി ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, കാരണം ഇതിനകത്ത് നമുക്കറിയാം ഇത് ഒരു XY ആക്സിസ് നമ്മളിവിടെ വരച്ചു വെച്ചു. ഇതാണ് അതിന്റെ സിഗ്മ എക്സ്. രണ്ട് വെർട്ടിക്കൽ ഫേസസിലാണ് സിഗ്മ എക്സുകൾ ആക്ട് ചെയ്യുന്നത് കേട്ടോ. രണ്ട് വെർട്ടിക്കൽ ഫേസസ് സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നു, രണ്ട് ഹൊറിസോണ്ടൽ ഫേസുകളിൽ സിഗ്മ വൈ ആക്ട് ചെയ്യുന്നു. ഷിയർ ഫോഴ്സസ് അലോങ് ദ നാല് ലൈൻസ്, നാല് പ്ലെയിനിൽ കൂടി നമുക്ക് ആ ഷിയർ ഫോഴ്സസ് ആക്ട് ചെയ്യാനായിട്ട് tau xy ആക്ട് ചെയ്യാനായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്മൾ തീറ്റ, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫോർമുലാസിലേക്ക് ഒരു തീറ്റ വരുന്നുണ്ട്. അപ്പൊ ഈ തീറ്റ എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. തീറ്റ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ നോർമൽ ഓഫ് ദ പ്ലെയിൻ വിത്ത് എക്സ് ആക്സിസ്. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലെയിൻ, ഈ ഡോട്ടഡ് ലൈൻ. അതിന്റെ നോർമലാണ് n എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അതും നമ്മുടെ ഈ പറയുന്ന എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ്, അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതിന്റെ ഓൾ ദി ആംഗിൾ മെയ്ഡ് ബൈ ദ പ്ലെയിൻ വിത്ത് വൈ ആക്സിസ്. അപ്പൊ ഇതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലെയിനും വൈ ആക്സിസും ഇപ്പൊ ഫിഗറിനകത്ത് കാണിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ആക്സിസ് വരുവാണെങ്കിൽ ഇതായിരിക്കും വൈ ആക്സിസ് വരിക. പ്ലെയിനും വൈ ആക്സിസ് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റ ആയിരിക്കും, ബിക്കോസ് ദ നോർമൽ മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്ലെയിൻ ഞാൻ ഇങ്ങനെ ലൈൻ വെർട്ടിക്കൽ ലൈൻ വരച്ചെങ്കിൽ അത് വൈ ആക്സിസ് ആണ്, അത് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ തന്നെയായിരിക്കും. ജസ്റ്റ് അത് ഇങ്ങനെ തീറ്റ തന്നെ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഫിഗർ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. രണ്ട് ഫോഴ്സ് സിഗ്മ എക്സുകൾ, രണ്ട് ഫോഴ്സ് സിഗ്മ വൈകൾ ആക്ട് ചെയ്യുന്നൊക്കെ കണ്ടു. tau xy's അലോങ് ദി ബൗണ്ടറി ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയിനിന്റെ നോർമൽ വരച്ചു. ആ പ്ലെയിനിന്റെ നോർമൽ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനാണ് തീറ്റ എന്ന് വിളിക്കുന്നത്. ഓർ ഇൻ അതർ വേർഡ്സ് ആ പ്ലെയിന് വൈ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്
തീറ്റ. രണ്ട് സെയിം തന്നെയാണ് അല്ലേ? പ്ലെയിനിന്റെ നോർമൽ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഞാൻ ഇവിടെ ലൈൻ വരച്ചു, വൈ ആക്സിസ് വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ പ്ലെയിനും വൈ ആക്സിസ് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതും സെയിം ആയിരിക്കും, ദാറ്റ് ഈസ് തീറ്റ. നമുക്കറിയാം ഇത് നമ്മുടെ കോഷി സ്ട്രെസ് ഫോർമുലയാണ്. അത് ഉപയോഗിച്ച് നമ്മൾ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 3D കേസിൽ. 2D കേസിൽ ഇത്രയ്ക്കൊന്നും വളഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. ഇവിടെ സിഗ്മ എക്സും സിഗ്മ വൈയും ടോ എക്സ് വൈയും മാത്രമേ ഉള്ളൂ. ദർ ഈസ് നോ അതർ കമ്പോണൻസ്, സെഡ് കമ്പോണൻസ് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നോർമൽ സ്ട്രെസ്സിന്റെയും ഷിയർ സ്ട്രെസ്സിന്റെയും ഫോർമുലാസ് ഇതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എൻ എക്സ് എൻ വൈ എൻ സെഡ് ഇല്ല, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറഞ്ഞാൽ തീറ്റയാണ് കേട്ടോ. തീറ്റ, ആ തീറ്റയുടെ ഡെഫിനേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പൊ 2D കേസിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഫിഗർ ആദ്യം വരയ്ക്കണം. ഈ ഫിഗർ വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നോർമലിന്റെയും ഷിയറിന്റെയും ഫോർമുലാസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക, ഡെറിവേഷൻ പാർട്ട് ആവശ്യമില്ല. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ സ്ട്രെസ്സസും പ്രിൻസിപ്പൽ പ്ലെയിൻസും എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 ഡയമെൻഷൻ പഠിപ്പിച്ചപ്പോൾ ഒന്ന് റീകോൾ ചെയ്യാം എന്താണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഒരു പോയിന്റ് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ കൂടെ നമുക്ക് എനി നമ്പർ ഓഫ് പ്ലെയിൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ബട്ട് ദർ വിൽ ബി 3 പ്ലെയിൻസ് വേർ ദി നോർമൽ സ്ട്രെസ് മാത്രമേ പ്ലെയിനിൽ ഉണ്ടായിരിക്കുള്ളൂ. ഷിയർ സ്ട്രെസ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ഷിയർ സ്ട്രെസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിട്ടുള്ള നോർമൽ സ്ട്രെസ് മാത്രമുള്ള ഒരു 3 പ്ലെയിൻസ് ഉണ്ടായിരിക്കും. ആ n നമ്പർ ഓഫ് പ്ലെയിൻസിനകത്ത് ഒരു 3 പ്ലെയിൻ ഉണ്ടായിരിക്കും. വേർ ഷിയർ സ്ട്രെസ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആൻഡ് ദ പ്ലെയിൻ ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. അപ്പൊ ആ നോർമൽ സ്ട്രെസ്സുകൾ മാത്രം ആക്ട് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ കേസിൽ 3 പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടായിരുന്നു അല്ലെ, 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. 2 ഡയമെൻഷണൽ കേസിലാകുമ്പോൾ നമുക്ക് 2 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ടായിരിക്കുള്ളൂ. അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ ഈ എഴുതിയിട്ടുള്ളത്. നമ്മൾ എവിടെ 3 ഡയമെൻഷനിൽ ഇങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ച ആദ്യം സ്ട്രെസ് ഇൻവേരിയൻസ് I1 I2 I3 ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു ക്യൂബിക് ഇക്വേഷൻ ഫോം ചെയ്ത് അതിന്റെ കാൽക്കുലേറ്ററിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 3 ക്യൂബ് റൂട്ട്സ് കിട്ടും. അതിനെയാണ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് വിളിക്കാറുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ NX NY NZ ഓരോ സ്ട്രെസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ ലെങ്ത് ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സിഗ്മ 1 സിഗ്മ 2 കൂടെ കിട്ടും. കാരണം എന്താ, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പൊ സിഗ്മ 1 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പ്ലസ് ഉപയോഗിക്കുക, സിഗ്മ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ഉപയോഗിക്കാം. ഓക്കെ, പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഈ പറയുന്ന പോലെ tan 2 തീറ്റ സിഗ്മ ഞാൻ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ സിഗ്മയ്ക്ക് 2 വാല്യൂസ് കിട്ടും. ആ 2 വാല്യൂസ് ആണ് നമ്മുടെ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അത് തീറ്റ ആംഗിളിലായിരിക്കും കിട്ടാം. ഇനി അടുത്തൊരു കാര്യം പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സസ് ആണ്. ഇത് ഞാൻ 3 ഡയമെൻഷനിൽ പറയാത്തൊരു കാര്യമാണ്. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ പറയാണ്. പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇട്ടാൽ അതിലുള്ള കുറെ പ്ലെയിൻസ് വരയ്ക്കാൻ പറ്റും. അതിൽ 3 പ്ലെയിൻസ് ഉണ്ടായിരിക്കും. അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. അത്തരം പ്ലെയിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സസും പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻസും എന്താണെന്ന് പറയുമ്പോൾ, നേരത്തെ പറഞ്ഞു 3 പ്ലെയിൻസിൽ, ഈ കേസിൽ 3 പ്ലെയിൻസിൽ സ്ട്രെസ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. എന്നാൽ ഇവിടെ അതിന്റെ തിരിച്ചാണ്. എന്നാൽ നേരെ തിരിച്ചല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. There will be 3 planes where the shear stress will be maximum. 3 dimensional കേസിലാണെങ്കിൽ. 2 dimensional കേസിലാണെങ്കിൽ there will be 2 planes where the shear stress is maximum. shear stress maximum ആയിട്ടുള്ള 2 പ്ലെയിനുകൾ ഉണ്ടായിരിക്കും 2 dimensional കേസിൽ. അത്തരം കേസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഫോർമുലയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിനിൽ, അതായത് ഷിയർ സ്ട്രെസ് മാക്സിമം ആയിട്ട് വരുന്ന പ്ലെയിനുകളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ ആണ് പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്. അവിടെ ടോ 1 2 ഈക്വൽ ടു ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫോർമുല നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇവിടുത്തെ ഈ ഫസ്റ്റ് ടേം മാറ്റി കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ടേം മാറ്റി കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്, അതാണ് പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻസിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കലാണ്. പ്രിൻസിപ്പൽ പ്ലെയിന്റെ റെസിപ്രോക്കലാണ് പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിന്റെ ഫോർമുല. ഒരു നെഗറ്റീവും കൂടെ നമ്മൾ ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻസ് വേർ ദ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് വിൽ ബി മാക്സിമം. എന്ന് പറഞ്ഞാൽ അവിടെ നോർമൽ സ്ട്രെസ് ഇല്ല എന്നാണ് അർത്ഥം? അല്ല, അവിടെ നോർമൽ സ്ട്രെസ് ഉണ്ട്, പക്ഷെ ആ നോർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ കുറവായിരിക്കും. ആ കുറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുക, അതിനാണ് വേറൊരു ഫോർമുല വന്നത്. നോർമൽ സ്ട്രെസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻസ്. ഇത്തരം പ്ലെയിനുകളിൽ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, 1-2 പ്രോബ്ലംസ് നിങ്ങളുടെ വർക്ക് ബുക്കിനകത്തുണ്ട്. അപ്പൊ ഈ ഫോർമുലാസ് എല്ലാം നിങ്ങൾ പഠിക്കണം. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം സെക്കൻഡ് മൊഡ്യൂളിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷൻസോ പ്രോബ്ലംസോ ഒന്നുമില്ല. ഇത്തരം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ തീറ്റയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. നമുക്കിവിടെ ഒരു പ്രോബ്ലം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വർക്ക് ബുക്കിലെ 8ാമത്തെ പ്രോബ്ലം ആണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ഈ ഫിഗർ എപ്പോഴും നിങ്ങൾ ഞാൻ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിഗർ വരച്ചില്ലെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഫിഗർ വരച്ചതിന്റെ ഒപ്പം തീറ്റ മാർക്ക് ചെയ്യണം. നമ്മളൊരു പ്ലെയിനൂടെ വരച്ചിട്ടുണ്ട്. ഡോട്ടർ ലൈൻ ഒരു പ്ലെയിൻ ആണ്. ആ പ്ലെയിന്റെ നോർമൽ വെച്ചാൽ 90 ഡിഗ്രി ആ പ്ലെയിനായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു നോർമൽ വരച്ചു. നോർമലും എക്സ് ആക്സിസ് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത് കേട്ടോ. അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട്.
ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ മൈൽഡ് സ്റ്റീൽ ബാർ ഓഫ് 40 mm diameter, 40 mm ആണ് diameter, is subjected to an axial load of 70 kilonewton. 70 kilonewton ഫോഴ്സോടെ രണ്ട് സൈഡിലും ആക്ട് ചെയ്യുന്നുണ്ട്. Calculate the normal and shear stresses on a plane making an angle of 60 degree with the direction of applied load. ഇത്രേ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടോ? ഫിഗർ ഒക്കെ നമ്മൾ വരയ്ക്കണതാണ്. ഈ ഫിഗർ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളതല്ല, നമ്മളാണ് ഈ ഫിഗർ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആക്സിയൽ ഡയറക്ഷനിലാണ് ഇവിടെ നമുക്ക് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ സിഗ്മ എക്സ് കണ്ടുപിടിക്കണം. ലോഡാണ് 70 കിലോന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. 40 ആണ് നമുക്ക് ഡയമീറ്റർ. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഒബ്റ്റൈനിങ് ദ വാല്യൂ ഓഫ് സിഗ്മ എക്സ് അതാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്. ഈ രണ്ട് ഫേസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്. സിഗ്മ വൈയും ടോ എക്സ് വൈയും ക്വസ്റ്റ്യനകത്തില്ലേ, കാരണം ആക്സിയൽ ഡയറക്ഷനിൽ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ, മറ്റു രണ്ട് ഡയറക്ഷനിൽ ലോഡ് ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മളോട് പറയുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ പ്ലെയിൻ നമ്മളൊരു പ്ലെയിൻ വരച്ചിട്ടുണ്ട് ഇവിടെയും, അതുപോലെ നമ്മളൊരു പ്ലെയിൻ വരയ്ക്കാം കേട്ടോ. ഒരു പ്ലെയിൻ നമ്മളിവിടെ വരച്ചു, ഇങ്ങനെ ഒരു പ്ലെയിൻ വരച്ചു. ആ പ്ലെയിന്റെ നോർമൽ ആണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്, എൻ. ഈ ലൈനാണ് ആ പ്ലെയിന്റെ നോർമൽ. ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ് എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഇതാണ് എക്സ് ഡയറക്ഷൻ ആണ് ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ. അതുമായിട്ട് മേക്ക് ചെയ്യുന്നത് 60 ഡിഗ്രിയാണ്. ആര്? പ്ലെയിൻ ആണ്, നോർമൽ ആണ്? നോർമൽ ആണ് 60 ഡിഗ്രി മേക്ക് ചെയ്യുന്നത് കേട്ടോ. സോ ദ പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദി അപ്ലൈഡ് ലോഡ് ഡയറക്ഷനിൽ. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ തീറ്റയുടെ ഡെഫിനേഷൻ? തീറ്റ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ നോർമൽ ഓഫ് ദ പ്ലെയിൻ വിത്ത് എക്സ് ആക്സിസ്. പ്ലെയിനിന്റെ നോർമൽ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ ഈ ഫിഗറിനകത്ത് എത്രയായിരിക്കും തീറ്റ എന്ന് പറഞ്ഞാൽ? പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ പ്ലെയിന്റെ നോർമൽ, നമ്മൾ നോർമൽ വരയ്ക്കണം. നോർമൽ എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ നമ്മുടെ തീറ്റ എന്ന് പറയുന്നതിന്റെ വാല്യൂ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയൊക്കെ രണ്ട് നേരെ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങൾ ഈ ഫിഗറും വരയ്ക്കുക, ക്വസ്റ്റിനകത്ത് നമ്മൾ തന്നിട്ടുള്ള കേസും കൂടെ ഒന്ന് വരയ്ക്കുക കേട്ടോ. രണ്ട് കേസും വരച്ച് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ആംഗിൾ വന്നതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Okay, so വീണ്ടും പറയാണ്, the plane makes an angle of 60 degree with the direction of applied load. Direction of applied load എന്നുള്ള x direction along ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ എക്സ് ആക്സിസും പ്ലെയിനും ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 60 ഡിഗ്രി. പക്ഷെ നമുക്ക് വേണ്ടത് നോർമലും എക്സ് ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ദി വാല്യൂ ഇസ് 30 ഡിഗ്രി. അത് ഫിഗർ വരയ്ക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. പിന്നെ നേരെ നമ്മൾ രണ്ട് ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് കിട്ടിയിട്ടുണ്ട്. സിഗ്മയുടെ വാല്യൂ ടോന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. യൂണിറ്റ് ഇടാൻ മറക്കരുത്. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. വീണ്ടും ഈ രണ്ട് ഫിഗറും കേസൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അറ്റ് എ പോയിന്റ് ഇൻ എ സ്ട്രെസ്ഡ് ബോഡി there are normal stresses 1 Newton per mm², tensile on vertical plane. അപ്പോൾ ഇതാണ് നമ്മുടെ 2D കേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വെർട്ടിക്കൽ പ്ലെയിനിൽ 1 Newton per mm² ആക്ട് ചെയ്യുന്നു. ഏതാണ് ഇതിനകത്ത് വെർട്ടിക്കൽ പ്ലെയിൻ? 4 പ്ലെയിൻസ് ഉണ്ട്, 1 2 3 4. അതിൽ 2 വെർട്ടിക്കലാണ്, 2 ഹൊറിസോണ്ടലാണ്. ഏതാണ് വെർട്ടിക്കൽ പ്ലെയിൻ? ഇതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് മറ്റൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. ആ വെർട്ടിക്കൽ പ്ലെയിനും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 1 Newton per mm² ആണ്. അപ്പൊ എന്താണ് മീനിങ്? എന്താണ് ഈ 1 Newton per mm² എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ എക്സ്. അപ്പൊ സിഗ്മ എക്സിന്റെ വാല്യൂ 1 Newton per mm² ആണ്. കാരണം സിഗ്മ എക്സ് ആക്ട് ചെയ്യുന്നത് 2 വെർട്ടിക്കൽ പ്ലെയിനുകളിലാണ്. ഓക്കെ, സോ അതിന്റെ വാല്യൂ കിട്ടി 1 Newton per mm². ആൻഡ് 0.5 Newton per mm² ടെൻസൈൽ ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഹൊറിസോണ്ടൽ പ്ലെയിന്. അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 Newton per mm² ആണ്. അപ്പൊ സിഗ്മ വൈ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട്. അപ്പൊ സിഗ്മ വൈയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള 0.5 Newton എന്ന് പറയുന്നത്. രണ്ടും ടെൻസൈലാണ്, സോ രണ്ട് വാല്യൂ പോസിറ്റീവ് ആണ്. Now determine the normal and shearing stresses on a plane making an angle of 50 degree with the vertical. വെർട്ടിക്കലുമായിട്ട് പ്ലെയിൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ 50 ഡിഗ്രി ആണ്. വെർട്ടിക്കലുമായിട്ടാണ് പ്ലെയിൻ മേക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ തീറ്റയുടെ ഡെഫിനിഷനിലേക്ക് പോകാം. തീറ്റ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ നോർമൽ ഓഫ് ദ പ്ലെയിൻ വിത്ത് എക്സ് ആക്സിസ് ഓർ ദി ആംഗിൾ മെയ്ഡ് ബൈ ദ പ്ലെയിൻ വിത്ത് വൈ ആക്സിസ്. രണ്ട് സെയിം ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മേക്സ് ആൻ ആംഗിൾ ഓഫ് 50 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിൻ ആണ് നമ്മുടെ വൈ ആക്സിസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത്? എന്താണ്? ഒന്നുമല്ല, നമ്മുടെ തീറ്റ തന്നെയാണ് 50 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൊല്യൂഷൻ എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് സിഗ്മയും ടോയുടെ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ്സും കാര്യങ്ങളാണ്. അറ്റ് എ പോയിന്റ് ഇൻ എ സ്ട്രെസ്ഡ് ബോഡി ദ നോർമൽ സ്ട്രെസ്സസ് ആർ 83 Newton per mm² on a vertical plane. വെർട്ടിക്കൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നത് രണ്ടുമാണ് വെർട്ടിക്കൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വാല്യൂ 83 Newton per mm² ആണ്. അപ്പൊ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കുക, അതിന്റെ രണ്ട് വെർട്ടിക്കൽ പ്ലെയിൻസ് ഇതാണ്. അപ്പൊ അവിടെ നിങ്ങൾ എഴുതാം സിഗ്മ എക്സ് ഈക്വൽ ടു 83 Newton per mm². ടെൻസൈൽ ആണ്, സോ പോസിറ്റീവ് ആണ്. ആൻഡ് 27.5 Newton per mm² compressive on a horizontal plane. ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന വാല്യൂ സിഗ്മ വൈ ആണ്. അതിന്റെ വാല്യൂ 27.5 Newton per mm² ആണ്. ബട്ട് കംപ്രസീവ് എന്ന് എഴുതിയിട്ടുണ്ട്, സോ ദാറ്റ് വാല്യൂ ഷുഡ് ബി നെഗറ്റീവ്.
അപ്പോൾ അത് നെഗറ്റീവ് വാല്യൂസ് ആണ് കേട്ടോ. ഓക്കെ, എ ഷിയറിംഗ് സ്ട്രെസ്, അവിടെ ആക്ട് ചെയ്യുന്ന ഷിയറിംഗ് സ്ട്രെസ്, അതായത് ടോ എക്സ് വൈയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 41.4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഡിറ്റർമിൻ ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഫോർമുല സോൾവ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് രണ്ട് വാല്യൂ കിട്ടില്ല. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് വെച്ചിട്ട് ഒരു വാല്യൂ സോൾവ് ചെയ്യുക, മൈനസ് വെച്ചിട്ട് ഒരു വാല്യൂ സോൾവ് ചെയ്യുക. പ്ലസ് വരുന്ന വാല്യൂ ടെൻസൈലായിരിക്കും, മൈനസ് വരുവാണെങ്കിൽ ആ വാല്യൂ കംപ്രസീവ് ആയിരിക്കും വരുവാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ്? പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. അതിന്റെ പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഫോർമുല ഉണ്ട് അല്ലെ. ഇത് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കൊണ്ട് കണ്ടുപിടിക്കണം അവിടെ കേട്ടോ. അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിച്ചു, പ്രിൻസിപ്പൽ സ്ട്രെസ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ നമുക്കറിയാം 2 സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് കിട്ടിയിട്ടുള്ള tan 2 സിഗ്മയുടെ വാല്യൂ ആണ് 0.7493 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ടായിരിക്കും. 180 ഡിഗ്രി അപ്പാർട്ടിൽ രണ്ട് ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടായിരിക്കും. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക, അതായത് നിങ്ങൾ tan ഇൻവേഴ്സ് ഓഫ് 0.7493 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു വാല്യൂ കിട്ടുള്ളൂ, 36.84 ആയിരിക്കും കിട്ടുക. ഇനി നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ 180 ആഡ് ചെയ്യുക, അതായത് tan ഓഫ് 216.84 ചെയ്ത് നോക്കാം, ഇതേ വാല്യൂ തന്നെ കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ഈ രണ്ട് വാല്യൂവിന്റെയും tan വാല്യൂ ഇത്ര തന്നെയാണ് കേട്ടോ. ഇത് 2 സിഗ്മയുടെ വാല്യൂ ആണ്, നമുക്ക് പക്ഷേ തീറ്റ സിഗ്മയാണ്, അതായത് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 1/2 ആയിരിക്കും. സോ ദീസ് ആർ ദ ടു വാല്യൂസ്. പാർട്ട് ബി, പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ടോ 12ന്റെ ഫോർമുല നമുക്കറിയാം. രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി, പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട്, സോ രണ്ട് വാല്യൂസ് കിട്ടി. അഗെയിൻ അതിന്റെ പ്ലെയിൻ കണ്ടുപിടിക്കണം അല്ലെ, ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ആണ് നത്തിങ് ബട്ട് പ്ലെയിൻ. അപ്പൊ അതിന് വീണ്ടും ഈ ഫോർമുല ഉപയോഗിക്കുക, tan 2 തീറ്റ ടോ വിൽ ബി ഈക്വൽ ടു, ഇതിനെ tan ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു വാല്യൂ കിട്ടുള്ളൂ, 53.16 കിട്ടുള്ളൂ. അതിന്റെ കൂടെ 180 കൂടെ ആഡ് ചെയ്താലും ഇതേ വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, സോ അതിന്റെ ഹാഫും നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഈ പ്ലെയിനിൽ, അതായത് പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാണ്, ഷിയർ സ്ട്രെസ്സുകൾ മാക്സിമം ആയിട്ടുള്ള പ്ലെയിനാണ് പ്രിൻസിപ്പൽ ഷിയർ പ്ലെയിൻ എന്ന് വിളിക്കുക. അവിടെ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്, അവിടെ നോർമൽ സ്ട്രെസ്സിന്റെ വാല്യൂ 0 അല്ല, ആ നോർമൽ സ്ട്രെസ് കൊണ്ട് കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു ഫോർമുല ഉണ്ട്, σ1 + σ2/2. ഓക്കെ, അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതാണ് 10ാമത്തെ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലെയിൻ സ്ട്രെസ് പറഞ്ഞ പോലെ നമുക്ക് പ്ലെയിൻ സ്ട്രെയിൻ കേസ് പറയാം അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് സിലിണ്ടറിക്കൽ, നമ്മുടെ ഈ ഓയിലെ കൊണ്ടുവന്ന പൈപ്പ് ലൈൻസ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതിന്റെ വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്മ പ്ലെയിൻ സ്ട്രെയിൻ കേസിൽ the components ux and uy of the displacement are the functions of x and y but are independent of z. ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസ് ux-ഉം uy-യും x-നും y-നും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബട്ട് z-നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരം കേസിനെയാണ് നമ്മൾ പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവും? എപ്സിലോൺ xx ഉണ്ടാവും, എപ്സിലോൺ yy ഉണ്ടാവും, ഗാമ xy ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവില്ല? എപ്സിലോൺ zz ഇല്ല, ഗാമ xz ഇല്ല, ഗാമ yz ഇല്ല. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്ലെയിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നമ്മുടെ 7th പ്രോബ്ലം ആട്ടോ, അത് നിങ്ങളുടെ ബുക്കിലെ 7th പ്രോബ്ലം ആണിത്. സ്ട്രെസ് കമ്പോണൻസ് അറ്റ് എ പോയിന്റ് പി ഇൻ എ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം. പ്ലെയിൻ സ്ട്രെയിൻ ആണ് നമുക്ക് മനസ്സിലായി. പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം തന്നിട്ടുണ്ട്, അവിടുത്തെ സ്ട്രെസ് കമ്പോണൻസ് തന്നിട്ടുള്ളത് കേട്ടോ. പ്ലെയിൻ സ്ട്രെയിൻ കേസ് ആണ്, പക്ഷെ തന്നിട്ടുള്ള സ്ട്രെസ് കമ്പോണൻസ് ആണ്. സിഗ്മ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, ടോ എക്സ് വൈ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ അറ്റ് പോയിന്റ് പി. ഇയുടെയും ന്യൂടെയും വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഒറ്റ തവണ നമുക്ക് നോക്കുമ്പോൾ ഇത് ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആണ്. ഇത് പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ കേട്ടോ. ഇത് കൺസെപ്റ്റ് കുറച്ച് മനസ്സിലാവണം, എന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സിഗ്മ എക്സ് സിഗ്മ വൈ ആണ് തന്നിട്ടുള്ളത്, അത് സ്ട്രെസ്സുകളുടെ വാല്യൂ ആണ്. ടോ എക്സ് വൈ തന്നിട്ടുണ്ട്, ഒക്കെ സ്ട്രെസ്സസ് ആണ്. പറഞ്ഞിട്ടുള്ളത് എന്താ? ഇതൊരു പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണ്, പ്ലെയിൻ സ്ട്രെയിൻ്റെ പ്രോബ്ലം ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രിൻസിപ്പൽ സ്ട്രെയിൻസും അതിന്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള സ്ട്രെസ്സുകളെ സിഗ്മ എക്സിനെയും സിഗ്മ വൈനെയും ടോ എക്സ് വൈനെയും ഇതിനൊക്കെ നമുക്ക് എന്താക്കി മാറ്റണം? സ്ട്രെയിൻസ് ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ വൈ വൈ, എപ്സിലോൺ ഗാമ എക്സ് വൈ, ഇതൊക്കെ ആക്കി നമുക്ക് മാറ്റണം അല്ലെ. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുള്ള കോംപ്ലിയൻസ് റിലേഷൻ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. കോംപ്ലിയൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിൻ ടേംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരും, സ്ട്രെസ് ടേംസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരും. ആ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? സെറ്റ് കമ്പോണൻസ് വെച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എന്താ? പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് എപ്സിലോൺ എക്സ് എക്സ് കിട്ടി. ഈ ഇക്വേഷൻ പറഞ്ഞ വന്ന കോംപ്ലിയൻസ് റിലേഷൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കേട്ടോ. എപ്സിലോൺ വൈ വൈ കിട്ടി, ഗാമ എക്സ് വൈ കിട്ടി. പക്ഷെ നമുക്കറിയാം ഗാമ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എപ്സിലോൺ എക്സ് വൈ ആണ്. എപ്സിലോൺ എക്സ് വൈ ഈക്വൽ ടു 1/2 ഓഫ് ഗാമ എക്സ് വൈ. അപ്പോൾ നിലവിൽ നമുക്ക് ആ മെട്രിക്സ് കിട്ടി. എപ്സിലോൺ എക്സ് എക്സ് കിട്ടി, എപ്സിലോൺ വൈ വൈ കിട്ടി, എപ്സിലോൺ എക്സ് വൈ കിട്ടി. ഇതാണ് ചോദിച്ചിട്ടുള്ളതല്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെയിൻസ്. പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ആണ് കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ നമ്മുടെ യാതൊരു ഫോർമുല ഇല്ല. പക്ഷെ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ 2 ഡയമെൻഷനിൽ നമുക്ക് ഫോർമുല ഉണ്ട്.
ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനലോഗി ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെസ്സിൽ നമ്മൾ ഏതൊക്കെ ഫോർമുല പഠിച്ചോ അതൊക്കെ നമുക്ക് സ്ട്രെയിനിലേക്ക് കൊണ്ടുപോകാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഫോർമുല കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ സോൾവ് ചെയ്തൊരു പ്രോബ്ലം ഉണ്ട്. ഫോർമുലയ്ക്ക് ബാക്കിലേക്കും പോവാണ്. നമുക്കറിയാം സിഗ്മ 1,2 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് ഓർ മൈനസ് ഈ ഒരു ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ എപ്സിലോൺ എക്സ് എക്സ് എന്നിടുക, സിഗ്മ വൈക്ക് വരാം എപ്സിലോൺ വൈ വൈ എന്നിടുക, ടോ എക്സ് വൈക്ക് വരാം എപ്സിലോൺ എക്സ് വൈ എന്നിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്രിൻസിപ്പൽ പ്ലെയിൻ സ്ട്രെയിൻസ് ആയിരിക്കും. അതായത് സിഗ്മ 1,2 എപ്സിലോൺ 1,2 ആയിരിക്കും കിട്ടുക, സിഗ്മ 1,2 എന്ന് പറയാം. അപ്പോൾ ഇതേ ഫോർമുല തന്നെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്തു, അത് ആ ഫോർമുലയാണ് ഇവിടെ കാണുന്നത്. സോ ദിസ് ഇസ് ദി ഫോർമുല ഫോർ എപ്സിലോൺ 1,2. അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ, tan 2 തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെയും നമ്മൾ എന്ത് ചെയ്തു, ആ ഡിഫറൻസ് ടോ എക്സ് വൈ സിഗ്മ എക്സ് സിഗ്മ വൈക്ക് വരും ഈ പറയുന്ന ചേഞ്ചസ് നമ്മൾ വരുത്തി സോൾവ് ചെയ്തു. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ അഗെയിൻ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 0.371 ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഓൺലി 20.355. പക്ഷെ നമുക്കറിയാം അതിന്റെ കൂടെ 180 കൂടെ ആഡ് ചെയ്യുമ്പോൾ 200 വന്നാലും tan ഓഫ് 200 ചെയ്താലും നമുക്ക് ഇതേ വാല്യൂ കിട്ടാം. ഓക്കെ, അപ്പൊ അതിന്റെ ഹാഫ് ഫുൾ നമ്മൾ എഴുതി, കാരണം 2 തീറ്റ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള തീറ്റയുടെ വാല്യൂ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ അതാണ് പ്രിൻസിപ്പൽ ഡയറക്ഷൻസ്. ക്ലിയർ ആയോ? ഈ പ്രോബ്ലം ഒന്ന് മനസ്സിലാക്കി ചെയ്യണം. ഇത് കൺസെപ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടോ. അപ്പൊ ഇതൊരു കൺസെപ്റ്റ് ആണ്. നമ്മളത് ഈ ഒരു പ്രോബ്ലം ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള 1.5 അല്ലെങ്കിൽ 1.25 മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് സംഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലാക്കണം കേട്ടോ. അത് നെക്സ്റ്റ് നമ്മൾ ഇനി എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എയറി സ്ട്രെസ് ഫംഗ്ഷന്റെ തിയറി ചോദിക്കാൻ ചാൻസ് കുറവാണ്. കൂടുതലും പ്രോബ്ലംസ് ചോദിക്കുക, തിയറി ചോദിക്കാൻ ഒരു 3 മാർക്ക് ചോദിക്കും, വളരെ എളുപ്പമാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ സ്ട്രെസ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ 2 ഡയമെൻഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം അതിനകത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്, കോമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ ഉണ്ട്, ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. ഇതൊക്കെ ഒബേ ചെയ്താലും സിസ്റ്റം നമുക്ക് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഓരോന്നും എടുത്ത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പൊ പകരം നമ്മൾ എന്ത് ചെയ്യും, വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ ഫംഗ്ഷൻ ഈ പറയുന്ന ഇക്വേഷൻസ് അല്ല, ഇക്വിലിബ്രിയം ഇക്വേഷനും കോമ്പാറ്റിബിലിറ്റി ഇക്വേഷനും ഇതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഇതൊക്കെ ഒബേ ചെയ്യുന്നതാണെന്ന് നമ്മൾ പണ്ട് തിയററ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ആ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ അത് നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഫംഗ്ഷൻ നമുക്ക് നേരെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല സ്ട്രെസ് ഫംഗ്ഷൻസ് ഉണ്ട്. ഏത് സ്ട്രെസ് ഫംഗ്ഷൻ ആണ് നമുക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും ആക്യുറസി കൂടിയിട്ടുള്ള സ്ട്രെസ് ഫംഗ്ഷൻ? പല സ്ട്രെസ് ഫംഗ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഏത് സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. നമുക്കിനി നോക്കാം ഏത് സ്ട്രെസ് ഫംഗ്ഷന്റെ നമ്മൾ ഡെഫിനിഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏത് സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ ആണ്. ഓക്കെ, അപ്പൊ ഏത് സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഏത് സ്ട്രെസ് ഫംഗ്ഷൻ ഫൈനെ നമ്മൾ 2 പ്രാവശ്യം വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് സിഗ്മ എക്സ് മൈനസ് വി. 2 പ്രാവശ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് സിഗ്മ വൈ മൈനസ് വി. അപ്പൊ സിഗ്മ എക്സ് സിഗ്മ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, സ്ട്രെസ് കമ്പോണൻസ് ആണ്. അതുപോലെ മൈനസ് ഓഫ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ എക്സ് വൈ. അപ്പൊ ഇതാണ് സ്ട്രെസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. അല്ലാതെ നമ്മൾ സാധാരണ കണ്ടുപോലെ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈ ഇസ് ഡിഫൈൻഡ് ആസ് സോ ആൻഡ് സോ എന്നല്ല. അതിനെ എക്സ് വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നു, വൈ വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നു. ഇവിടെ നിങ്ങൾ ഇതുവരെ കാണാത്ത പുതിയൊരു ടേം ഉണ്ട്, വി. വി ഇസ് നത്തിങ് ബട്ട് ദി ബോഡി ഫോഴ്സ് പൊട്ടൻഷ്യൽ. ആ വിക്ക് ഒരു ഡെഫിനേഷൻ ഉണ്ട്. വി ഇസ് നത്തിങ് ബട്ട്, അതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വി ഇസ് ഡിഫൈൻഡ് ആസ് എന്ന് പറഞ്ഞിട്ടല്ല, നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഗിവ്സ് ദ ബോഡി ഫോഴ്സ് കമ്പോണന്റ് അലോങ് എക്സ് ഡയറക്ഷൻ. അതായത് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു ബി എക്സ് ആൻഡ് മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു ബി വൈ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ അല്പം ബുദ്ധിമുട്ടായി എന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ തോന്നുവാണെങ്കിൽ ഇതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം ഒരു 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഇതിന്റെ പ്രോബ്ലംസ് സാധാരണ ചോദിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയി വളരെ ചാൻസ് കൂടിയ പ്രോബ്ലംസ് ആണ്. അത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയാണ് സോൾവ് ചെയ്യാനായിട്ട്, ഇമ്പോർട്ടന്റുമാണ്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും ടഫ് അല്ല കാര്യങ്ങൾ. എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പോളിനോമിയൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അതാണ് ഏത് സ്ട്രെസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പൊ അത് ആദ്യം ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങളുടെ വർക്ക് ബുക്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാം. ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ക്വസ്റ്റ്യൻസ് ഒന്നും, വളരെ ഈസിയാണ്. നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതിനകത്ത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും അല്ലെ? അപ്പൊ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇത് ഒബേ ചെയ്യുന്നുള്ളത് നോക്കാം. ഈ ഒരു ബൈഹാർമോണിക് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുള്ളത് നോക്കാം. del raised to 4 phi equal to 0 ആണോ അല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പൊ എന്താണ് del raised to 4 phi എന്ന് പറഞ്ഞാൽ that is equal to dou raised to 4 phi plus dou raised to y raised to 4 plus 2 into dou raised to 4 phi by dou x square dou y square plus dou raised to 4 phi by dou x square equal to 0. ഇത് ഒബേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് ഏത് സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഏത് സ്ട്രെസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് ഒബേ ചെയ്യണം. അപ്പൊ അതെങ്ങനെ ഒബേ ചെയ്യണ്ടോ എന്നുള്ളത് നോക്കാം.
ഈ ഫൈനെ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടില്ല. നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളുടെ ട്യൂട്ടോറിയൽ ബുക്കിൽ ആ ക്വസ്റ്റ്യൻ എടുത്ത് വെക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുള്ളൂ. ആ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അപ്പൊ ഇതൊന്ന് പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 5 വെച്ച് നമ്മൾ 4 പ്രാവശ്യം y കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 4 പ്രാവശ്യം നമ്മൾ 5 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണാം 1 2 3 4 4 പ്രാവശ്യം 5 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. എക്സ് വെച്ചും നമുക്ക് 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ടേം പോയി, ഈ ടേം പോയി. പിന്നെ എന്താ മിഡിൽ ടേം വരുന്നത്? 2 പ്രാവശ്യം എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, 2 പ്രാവശ്യം y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതും നമ്മളിവിടെ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കിട്ടുന്ന ടേംസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണോ കിട്ടുന്നത് നോക്കാം. 0 ആണെങ്കിൽ ദാറ്റ് ഈസ് എ എയറി സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതാം. അത് എയറി സ്ട്രെസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. എന്ത്? സ്ട്രെസ് കമ്പോണൻസ്. ക്വസ്റ്റിനകത്ത് സ്ട്രെസ് കമ്പോണൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് കണ്ടുപിടിക്കാം. സിഗ്മ എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെ കഴിഞ്ഞ ഇക്വേഷൻ നമ്മൾ കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഇവിടുത്തെ പ്രീവിയസ് ഇത് നോക്കാം. സിഗ്മ എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ. ഇവിടെ ഒരു വി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഇമാജിൻ ചെയ്യണം ബോഡി ഫോഴ്സ് ഒന്നും ഇല്ലാത്ത കേസ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വി രണ്ടും നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിഗ്മ എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ കിട്ടി. സിഗ്മ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടി. ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് ഡോ വൈ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എയറി സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി. ഇവിടെ ഒരു നെഗറ്റീവ് സൈനും കൂടി ഉണ്ട് കേട്ടോ. ഡോ എക്സ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ സ്ക്വയർ 5 ബൈ ഡോ എക്സ് ഡോ വൈ ആണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ഒരു 6-7 പ്രോബ്ലംസ് ഞങ്ങൾക്ക് വർക്ക് ബുക്കിന് തന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ഒഴിച്ചു നോക്കാം. ഇത് ഈ ഒരു സ്റ്റെപ്പ് അറിയാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ 1 ബൈ 1 ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, വളരെ ഈസിയാണ് അത് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾ ഈ ഇക്വേഷൻ ആദ്യം ഒബേ ചെയ്യുന്നുള്ളത് നോക്കുക. ഇതിന്റെ ബൈ ഹാർമോണിക് ഇക്വേഷൻ ആണ് പറയാ. 4 പ്രാവശ്യം എക്സ് വെച്ചും y വെച്ചും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വർക്ക് ബുക്കിൽ കാണും. അതിന് സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിനെയാണ് പോളിനോമിയൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. തിയറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് മൊഡ്യൂൾ 2-ലെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. ഇത് ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ലെങ്തി ആണെങ്കിൽ ഒരു 3-4 ഫേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ചെയ്ത് 10 മാർക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് ബെൻഡിങ് ഓഫ് എ ബീം വിത്ത് എൻ എൻഡ് ലോഡ്? നമുക്കിതൊരു കാന്റിലിവർ ബീം ആണ് അല്ലെ. ഒരു സൈഡിൽ സപ്പോർട്ടർ ആണ് ഈ ബീം, മറ്റേ സൈഡ് ഫ്രീ ആണ്. ആ എൻഡിൽ ഒരു ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണാം ഒരു ലോഡ് പി ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഫ്രീ എൻഡിൽ ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 2h ആണ്. തിക്നെസ് യൂണിറ്റി ആണ്. ഇവിടെ 1 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. തിക്നെസ് യൂണിറ്റി ആണ്. ഇതിന്റെ ഇത് 2h ആണ്, ബ്രെഡ്ത്ത് 2h ആണ്. അപ്പൊ ഇത് തിക്നെസ് യൂണിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. തിക്നെസ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് വിത്ത് ദ അതർ 2 ഡയമെൻഷൻസ്. സോ ഇതിനെ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2h ആണ്. അപ്പൊ ഈ ഒരു ഫിഗർ ആദ്യം നമ്മൾ വരയ്ക്കാം കേട്ടോ. ഡയമെൻഷൻ നമ്മൾ ഇത് എക്സ് ആക്സിസ് ആണ്, ഇവിടെ വൈ ആക്സിസ് ആണ്. ഇനി വി ആർ ഗോയിങ് ടു കൺസിഡർ എ ക്രോസ് സെക്ഷൻ. ഇവിടെ നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ് എ എ. അപ്പോൾ എബൌട്ട് പോയിന്റ് എ എ അവിടെ ഉണ്ടാകുന്ന ഈ പോയിന്റ് എ എയിൽ ഇവിടുത്തെ ലോഡ് പി ഉണ്ടാകുന്ന മൊമെന്റ് എത്രയായിരിക്കും വരാം? ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൊമെന്റ് എം വിൽ ബി ഈക്വൽ ടു പി ഇൻറ്റു എക്സ്. പി ഇസ് ദ ലോഡ് ആക്ടിങ്, എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ടേക്കൺ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഫ്ലെക്ചർ ഫോമിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എം ബൈ ഐ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ വൈ. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സിഗ്മ എക്സ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ. But we already know m is equal to p into x. അപ്പോൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? സിഗ്മ എക്സ് ഈക്വൽ ടു പി എക്സ് വൈ ബൈ ഐ. ഓർ ഇൻ അതർ വേർഡ്സ്, ആ പിയും വൈയും തൽക്കാലത്തിൽ കോൺസ്റ്റൻസ് ആണ്, നമുക്ക് മറക്കാം. സിഗ്മ എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് വൈ അല്ലെ. ഇവിടെ എമ്മിന് പകരം ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിയും എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ എക്സ് ഈക്വൽ ടു പി എക്സ് വൈ ബൈ ഐ ആണ്. ഓർ ഇൻ അതർ വേർഡ്സ് സിഗ്മ എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ഇൻറ്റു വൈ ആണ്. ഓക്കെ, സോ സിഗ്മ എക്സ് ഈക്വൽ ടു ആ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാനായിട്ട് അവിടെ എം ബൈ എ ആണ്, തൽക്കാലം അത് മാറ്റി സിഗ്മ എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കൊണ്ട് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റി, ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവന്നിട്ട് എന്ത് എഴുതി? b1 ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതി. b1 ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളിവിടെ സിഗ്മ എക്സിന്റെ വാല്യൂന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടു മുമ്പ് എയറി സ്ട്രെസ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ആണ് അല്ലെ. അതാണ് സിഗ്മ എക്സിന്റെ ഡെഫിനേഷൻ ഫ്രം എയറി സ്ട്രെസ് ഫംഗ്ഷൻ. അവിടെ കണ്ട ഡെഫിനേഷൻ ആണ് കേട്ടോ അത്. സോ എന്ത് എഴുതാം? സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ 5 ബൈ ഡോ വൈ സ്ക്വയർ ആണ് ഫ്രം എയറി സ്ട്രെസ് ഫംഗ്ഷൻ ഹൂസ് വാല്യൂ ഇൻ അവർ കേസ് ഈസ് b1 xy. b1 xy ആണ്. എനിക്ക് വേണ്ടത് ഈ ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഒരു എക്സ്പ്രഷന് ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യേണ്ടി വരും? ഈ ഇക്വേഷൻ 2 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും വിത്ത് റെസ്പെക്ട് ടു വാട്ട്സ് y അല്ലെ. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി b1 by 2 xy square plus a constant. കോൺസ്റ്റന്റ് എന്നാണ് വേണ്ടത്. ഞാൻ ആ കോൺസ്റ്റന്റ് പകരം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതി. ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y വെച്ച് നോക്കുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. സോ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എനിക്ക് എഴുതാം, കുഴപ്പമില്ല.
അപ്പോഴും എനിക്ക് ഫൈയുടെ വാല്യൂ കിട്ടിയോ? ഇല്ല. ഒരു പ്രാവശ്യം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം, നല്ല ഫൈയുടെ വാല്യൂ കിട്ടുള്ളൂ. വീണ്ടും ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തു. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഉണ്ടാവും. അവിടെ ഞാൻ സി എന്നോ അല്ലെങ്കിൽ b2 എന്നോ അല്ല എഴുതുന്നത്, അനദർ കോൺസ്റ്റന്റ് ഓഫ് അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു f2x. സോ നൗ എനിക്ക് ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. സോ ഇതാണ് ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ഫൈയുടെ വാല്യൂ. ഇവിടെ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ്സ് വരുന്നുണ്ട്, f1 ഉം f2 ഉം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള വാല്യൂ, അതായത് ഈ പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ ഓർ പോളിനോമിയൽ, ഇതൊരു ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം അല്ലെ. അതാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ബൈ ഹാർമോണിക് എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ കണ്ടിട്ടുള്ള ബൈ ഹാർമോണിക് എക്സ്പ്രഷനിലേക്ക് നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ വീണ്ടും നിങ്ങൾ ഓർക്കുക, ഇത് ഏരിയ സ്ട്രെസ് ഫംഗ്ഷന്റെ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ബൈ ഹാർമോണിക് ഇക്വേഷനിലേക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഈ എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം y വെച്ച് x വെച്ചൊക്കെ 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം x വെച്ച് 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, 2, 3, 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, y വെച്ച് 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, പിന്നെ x സ്ക്വയർ y സ്ക്വയർ x വെച്ച് 2 y വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ 3 ടേംസ് കൂടെ വരുന്നുണ്ടല്ലേ, 1, 2, 3. ആ 3 ടേംസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കിട്ടി. അപ്പൊ ആ കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മുടെ ബൈ ഹാർമോണിക് എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതാണ് ബൈ ഹാർമോണിക് എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു വാല്യൂ 0 ആയി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഈ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും y ഇൻറ്റു നമ്മൾ ഒരു f1x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു പ്ലസ് f2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. രണ്ടും x വെച്ച് ഡിഫറൻഷിയേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ സം ഈക്വൽ ടു 0 ആവണം. ഇതിന്റെ സം ഈക്വൽ ടു 0 ആവണമെങ്കിൽ y എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്, അത് 0 ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ എന്ത് വേണം? ഒന്നല്ലെങ്കിൽ ഈ ടേം y കൂടാതെയുള്ള ഈ ടേം 0 ആയിരിക്കണം, അതുപോലെ തന്നെ ഈ ടേമും 0 ആയിരിക്കണം. ദീസ് ടു ടേംസ് ഷുഡ് ബി സെപ്പറേറ്റ്ലി ഈക്വൽ ടു 0. y നമ്മൾ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല, y ഒരു വേരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേംസും സെപ്പറേറ്റ്, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ അത് ഇവിടെ എടുത്ത് എഴുതി, ദിസ് ഈസ് ഈക്വൽ ടു 0, ഫസ്റ്റ് ടേം ഈക്വൽ ടു 0 ആൻഡ് സെക്കൻഡ് ടേം ഈക്വൽ ടു 0. അത് 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അസ്യൂം ചെയ്യണമല്ലേ. അപ്പൊ 0 ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് f1, അതുപോലെ വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് f2. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈ എക്സ്പ്രഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്ത് വെച്ച്? x വെച്ച്. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. x വെച്ച് 4 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിൽ ബി ഒബ്റ്റൈനിങ് ദ വാല്യൂസ് ഓഫ് f1 ആൻഡ് f2 സെപ്പറേറ്റ്ലി. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. f1 ഞാൻ 1, 2, 3, 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, സോറി ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് f1x ന്റെ വാല്യൂ കിട്ടി. f2നെ 1, 2, 3, 4 പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്തു, എനിക്ക് f2 ന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഞാൻ c എന്നല്ല ഇടുന്നത്, നമ്മൾ b1 b2 ആ ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് b9 വരെ 9 കോൺസ്റ്റന്റ്സ് കിട്ടി. b1 നമ്മൾ ആദ്യം പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്, ഇപ്പോൾ b9 വരെ 9 കോൺസ്റ്റന്റ്സ് കിട്ടി. ഇനി ഈ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇന്റഗ്രേഷനകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അപ്പൊ അതിന് മുമ്പ് ഞാൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഫൈയുടെ എക്സ്പ്രഷനിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ എവിടെ ഫൈ എഴുതി നിർത്തിയത്? നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ ഫൈയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഫൈയുടെ എക്സ്പ്രഷനിലേക്ക് f1x-ന്റെയും f2x-ന്റെയും വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് വീണ്ടും ഇവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ന്യൂ വാല്യൂ ഓഫ് ഫൈ. അപ്പൊ ഫൈയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏരിയ സ്ട്രെസ് ഫംഗ്ഷൻ ഒബേ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. ഫ്രം ദാറ്റ് വി ക്യാൻ ഒബ്റ്റെയിൻ ദ വാല്യൂ ഓഫ് സിഗ്മ എക്സ്, സിഗ്മ വൈ ആൻഡ് ടോ എക്സ് വൈ. എങ്ങനെ? ആ ഡിഫറൻഷ്യലൊക്കെ ചെയ്ത് നമുക്ക് ഇതിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. പക്ഷെ ഇത് നമുക്ക് ഇപ്പൊ ആക്സെപ്റ്റ് കഴിഞ്ഞിട്ടില്ലേ. കാരണം എന്താ? ഇവിടെ ഇനിയും കോൺസ്റ്റന്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ട്, 9 കോൺസ്റ്റന്റ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. 9 കോൺസ്റ്റന്റ്സ് ഉണ്ട്, അത് റിമൂവ് ചെയ്യാൻ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാണ്. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് 3 ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ 3 സ്ലൈഡുകളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ, സിൻസ് ദ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസ് ആർ നോട്ട് ലോഡഡ് അലോങ് വൈ ഡയറക്ഷൻ. വൈഡ് നമ്മൾ ആ ഫിഗറിലേക്ക് തിരിച്ചു നോക്കാം. നിങ്ങൾ ആ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ മുകളിലത്തെ സർഫസോ താഴത്തെ സർഫസിലോ ഒന്നും ലോഡിങ് വന്നിട്ടില്ല, എൻഡിൽ മാത്രമേ ലോഡ് വന്നിട്ടുള്ളൂ അല്ലെ. സോ അതുകൊണ്ട് തന്നെ വൈ ഡയറക്ഷനിൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ റൈറ്റ് സിഗ്മ വൈ അറ്റ് y ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് h ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു പ്ലസ് h എന്ന് പറഞ്ഞാൽ മുകളിലത്തെ സർഫസും y ഈക്വൽ ടു മൈനസ് h എന്ന് പറഞ്ഞാൽ താഴത്തെ സർഫസും ആണ് അല്ലെ. ടോട്ടൽ 2h ആണ് അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ പ്ലസ് h മുകളിൽ മൈനസ് h താഴെ. അപ്പൊ രണ്ട് എൻഡുകളിലും അതിന്റെ വാല്യൂ 0 ആണ്. അതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അത് ഞാനിവിടെ യൂസ് ചെയ്യണം. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഒന്ന് ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിഗ്മ വൈയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് ഏരിയ സ്ട്രെസ് ഫംഗ്ഷനകത്തിട്ട് സിഗ്മ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് സിഗ്മ വൈയുടെ വാല്യൂ. അതിനകത്തേക്ക് y ഈക്വൽ ടു പ്ലസ് h എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y ഈക്വൽ ടു മൈനസ് h എന്ന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്തു. അതിനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുന്നു, B6 = B7 = 0. അതിനെ വീണ്ടും പഴയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് B2 = B3 = 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി B2 = B3 = B6 = B7 = 0 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ഇതിനെ tau xyയുടെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ നമുക്ക് tau xyയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്രഷനിലേക്ക് ഈ 4 എണ്ണം 0 ആണെന്നുള്ള വാല്യൂ എടുത്ത് എഴുതി. നമുക്കറിയാം tau xyയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. tau xyയുടെ വാല്യൂ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തേക്ക് ഈ പറയുന്ന 4 കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ 0 ആണെന്ന് നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ, സോ ദ ന്യൂ വാല്യൂ ഓഫ് tau xy is this. ഇനി നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. സിൻസ് ദ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ് ആർ നോട്ട് ലോഡഡ് അലോങ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ അലോങ് ആയിട്ട് ഈ രണ്ടെണ്ണം നമ്മൾ ലോഡ് ചെയ്തിട്ടില്ല അല്ലെ, എക്സ് ഡയറക്ഷനിൽ ലോഡഡ് അല്ല. അതുകൊണ്ട് തന്നെ മുകളിലത്തെ രണ്ട് സർഫസിലും, അതായത് y = +h ലും y = -h ലും ഷിയേഴ്സ് ഉണ്ടായിരിക്കില്ല. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഫേസിൽ എങ്ങനെയായിരിക്കും വരിക, ആ പ്ലെയിൻ അലോങ് ആയിട്ടായിരിക്കും വരിക അല്ലെ. അപ്പോൾ അവിടെ നമുക്കറിയാം അവിടെ ഷിയറിംഗ് ഇല്ല. അതുകൊണ്ട് tau xyയുടെ വാല്യൂ = 0 when y = +or-h. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ tau xyയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വാല്യൂവിനകത്തേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, y = +or-h എന്നുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ സോൾവ് ചെയ്യുമ്പോൾ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻസും വരുത്തി കഴിയുമ്പോൾ B4 = ഇങ്ങനെ കിട്ടി. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tau xyയുടെ പുതിയ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ ന്യൂ വാല്യൂ ഓഫ് tau xy. അതെങ്ങനെ കിട്ടിയത്, നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനെ നിങ്ങൾ ഫിഗറിലേക്ക് വീണ്ടും വരാം. ഫിഗറിന്റെ ഫ്രീ എൻഡ് ഉണ്ടല്ലോ അല്ലെ, ഒരു സൈഡ് സപ്പോർട്ടർ ആണ്, ഒരു സൈഡ് ഫ്രീ എൻഡ് ആണ്. ആ ഫ്രീ എൻഡ് നിങ്ങൾ നോക്കാം. ഫ്രീ എൻഡിലെ അതിന്റെ ഫേസിൽ ചെറിയൊരു സ്ട്രിപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ ബുക്കിനകത്ത് വരച്ച് കാണാൻ വഴിയുണ്ട്. ചെറിയൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ആ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ dy, തിക്നെസ് എന്ന് പറഞ്ഞാൽ dy ആണ് കേട്ടോ. dy ആണ് തിക്നെസ്. അതിന്റെ ലെങ്ത് നമുക്കറിയാം, യൂണിറ്റി ആണ് അതിന്റെ ഇത്. അപ്പോൾ നമുക്കറിയാം അതിന്റെ ഏരിയ വിൽ ബി ഈക്വൽ ടു 1 × dy. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചെറിയ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 × dy ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഒരു എക്സ്പ്രഷൻ ആണ്. അതെങ്ങനെയാണ്, ഇതാണ് ഈ ഒരു എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നോക്കാം. tau xy എന്താണ് tau xy എന്ന് പറഞ്ഞാൽ, tau xy is nothing but the shear stress അല്ലെ, into dy. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. dy × 1 ആണ് അതിന്റെ സ്ട്രിപ്പിന്റെ ഏരിയ. അപ്പൊ dy × 1 ഓർ ഇൻ അതർ ടേംസ് dy കൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ സ്ട്രിപ്പിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. കാരണം എന്താ, സ്ട്രെസ് tau xy into ഏരിയ dy × 1 ചെയ്യുമ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഫോഴ്സ് കിട്ടണം. അത് ആ സ്മോൾ സ്ട്രിപ്പിന്റെ ഫോഴ്സ് ആണ് കിട്ടേണ്ടത്. അപ്പൊ എൻറ്റയർ ബോഡിയുടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ലിമിറ്റ്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. -h ആണ് താഴെ വരുന്നത്, +h ആണ് മുകളിൽ വരുന്നത്. രണ്ട് ലിമിറ്റ്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ബി ഗെറ്റിംഗ് ദി കറസ്പോണ്ടിങ് ലോഡ്. ആ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്ര വരുന്നത്, -p ആണ് വരുന്നത് അല്ലെ. കാരണം p ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്, കംപ്രസീവ് ആണ് നേച്ചർ. സോ -p ആയിരിക്കും ലോഡ് വരുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷനകത്തേക്ക് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. tau xyയുടെ വാല്യൂ നമുക്ക് പ്രീവിയസ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. അതിനകത്തേക്ക് ഈ tau xyയുടെ ഈ ഒരു വാല്യൂ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ വിൽ ബി ഒബ്റ്റൈനിങ് B1 = -3p / 2h³. അങ്ങനെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫിഗർ ആയിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് മനസ്സിലാക്കുക, തേർഡ് ബൗണ്ടറി കണ്ടീഷൻ മനസ്സിലാക്കാത്തത്, ഇവിടെ ഒരു ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഏരിയയിൽ ചെറിയ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. അതിന്റെ തിക്നെസ് dy ആണ്, നമുക്കറിയാം ലെങ്ത് 1 തന്നെയാണ്. അപ്പൊ dy × 1 ആണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് tau xy ആണ്. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ, നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് p കിട്ടും. എപ്പോൾ എൻറ്റയർ ബോഡി കിട്ടണമെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. -h to +h ലിമിറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട്സ് ഇങ്ങനെയാണ് വരുന്നത്. σx നമ്മൾ ആ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ മാറ്റി നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂസ് ഇങ്ങനെയാണ് വരുന്നത്. σx ന്റെ വാല്യൂ കിട്ടി, σy യുടെ വാല്യൂ കിട്ടി, tau xy വാല്യൂ കിട്ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിത്ത് റെസ്പെക്ട് ടു p, ഇത് ലോഡിനെ സംബന്ധിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഇത്രയും എഴുതി നിർത്തിയാലും മതി. വേണമെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ i, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടേംസിലേക്ക് നമുക്ക് ഈ എക്സ്പ്രഷനെ മാറ്റാൻ പറ്റും. നമുക്കറിയാം ദ ഫോർമുല ഫോർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ഈസ് ഈക്വൽ ടു i ഈസ് ഈക്വൽ ടു bh³ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ കേസിൽ നമുക്കറിയാം ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. യൂണിറ്റി ആണ് നമ്മൾ അതിന്റെ ബ്രെഡ്ത്ത് കൺസിഡർ ചെയ്യുന്നത്. h അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ്, അത് 2h ആണല്ലോ നമ്മുടെ ഫിഗറിന്. അപ്പൊ h ന് വരെ 2h ചെയ്തു, 2h³ / 12. സോ i ഈസ് ഈക്വൽ ടു 2h³ / 3. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഈ എക്സ്പ്രഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ടേംസിലേക്ക്, ഐയുടെ ടേംസിലേക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാൻ പറ്റും. ഇത്രയും വരെ എഴുതിയാലും മതി.
സോ ഇത് അല്പം ലെങ്തി ഡെറിവേഷൻ ആണ്. ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് നിങ്ങളൊന്ന് എഴുതി പഠിച്ചു നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇതോടുകൂടെ നമ്മുടെ മൊഡ്യൂൾ 2 അവസാനിച്ചിരിക്കുകയാണ്. ഒരു അല്പം ലെങ്തി വീഡിയോ ആണ്. പിന്നെ ഈ സ്ട്രെസ് ഫംഗ്ഷണൽ പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ചധികം വർക്ക് ലോഡ് ഉണ്ട്. അതുകൊണ്ട് നാളത്തേക്ക് ഇത് ഒന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.